ഹായ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ, ടൊമാറ്റോ, സവാള, ബട്ടർ, തൈര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കാഷ്യൂ, ഫ്രഷ് ക്രീം, കസ്തൂരി മേത്തി. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. 500 ഗ്രാം ചിക്കനാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ ചേർക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ അരമണിക്കൂർ മാറ്റി വയ്ക്കുക. ഇനി ചൂടായ പാനിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇടുക. ഇതിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. സവാള വാടി തുടങ്ങുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള നന്നായി മൂത്തതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. 5 ചെറിയ തക്കാളി ചോപ്പ് ചെയ്തതാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കാഷ്യൂ 15 എണ്ണം ചേർക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്യുക. തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർക്കുക. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ മൂപ്പിക്കുക. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇനി ഇത് തണുക്കാനായി മാറ്റി വയ്ക്കുക. നന്നായി തണുത്ത ശേഷം ഇതിനെ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയിലെ ജാറിലേക്ക് മാറ്റാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇനി ഇതിനെ നേരത്തെ കുക്ക് ചെയ്ത പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറിയ പീസ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം ചിക്കൻ പീസുകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കുക. തിരിച്ചും മറിച്ചിട്ട് 2 സൈഡും മുരിഞ്ഞു വരുന്നത് വരെ ഫ്രൈ ചെയ്യുക. ഇരുവശവും മുരിഞ്ഞതിന് ശേഷം ചിക്കൻ പീസുകൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. ബാക്കിയുള്ള ചിക്കൻ പീസുകളും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഗ്രേവി നമുക്ക് കുക്ക് ചെയ്യാം. 1 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെങ്കിൽ വെള്ളം അതനുസരിച്ച് ചേർക്കാവുന്നതാണ്. ചൂടായതിനു ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ചേർക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരു ചെറിയ പീസ് ബട്ടർ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 10 മുതൽ 15 മിനിറ്റ് വരെ കുക്ക് ചെയ്യുക. ഇനി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി ചേർത്ത് അത് ചൂടാക്കി എടുക്കുക. ചൂടാക്കിയതിന് ശേഷം കൈ കൊണ്ടതിനെ പൊടിക്കുക. 15 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ചിക്കൻ ഈ ഗ്രേവിയിൽ കിടന്ന് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന കസ്തൂരി മേത്തി വിതറുക. 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ചേർക്കുക.
ബട്ടർ ചിക്കൻ റെഡിയായിട്ടുണ്ട്. ഇതിനെ നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.